ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പം നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി ആണ്. സിറ്റുവേഷൻ എന്താണ്, അവരുടെ എനർജിയിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്നൊക്കെ ഉള്ളത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിന് ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 5 ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ. വളരെ കുറഞ്ഞ എമൗണ്ട് ആണ്. സോ എമൗണ്ട് കുറച്ച് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവർ ഈ ഒരു ഓഫർ ടൈമിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക കേട്ടോ. നിങ്ങൾക്കുള്ള ഗൈഡൻസ് നോക്കുന്നതാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജിയാണ് നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി, ഓവറോൾ എനർജി, അവെയർനെസ് ആണ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് നിങ്ങൾക്കുള്ള ഗൈഡൻസിന് വേണ്ടിയിട്ടുള്ളൊരു ഓവറോൾ എനർജി, ക്ലാരിറ്റി, പൊളിറ്റിക്സ് ആണ് കേട്ടോ. പൊളിറ്റിക്സ് ആൻഡ് ചേഞ്ച് ആണ് നിങ്ങൾക്കുള്ള ഗൈഡൻസിനുള്ള ഓവറോൾ എനർജി കിട്ടിയത്. നിങ്ങളുടെ പേഴ്സൻ്റേത് അവെയർനെസ് ആണ് കിട്ടിയിട്ടുള്ളത്. സോ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ക്ലാരിറ്റി കാർഡ്സ് എടുത്ത് നോക്കാം. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി, സിറ്റുവേഷൻസ്, തോട്ട്സ്. 2 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. പേജ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. വളരെ പോസിറ്റീവ് കാർഡ്സ് ആണ്. ചാരിയറ്റ് വന്നിട്ടുണ്ട്, എഗെയിൻ പോസിറ്റീവ്. ആൻഡ് ഏസ് ഓഫ് പെൻഡക്കിൾ വിക്ടറി കാർഡാണ്. ടെൻ ഓഫ് വാൻഡ്സ് ആണ്. ബോട്ടം ഓഫ് ദ ഡെക്ക് 7 ഓഫ് കപ്സ് ആണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ കറൻ്റ്ലി ഉള്ള എനർജി നോക്കുമ്പം പാസ്റ്റിലേക്ക് കുറച്ചും കൂടി ബാക്കോട്ട് നോക്കുന്ന സമയത്ത് ഭയങ്കര സ്ട്രഗിളിങ് അനുഭവിച്ചിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് പ്രസൻ്റ്ലി അല്ല, കുറച്ചുകൂടി മുന്നേ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാകാം. അങ്ങനെ ഒരു സിറ്റുവേഷൻ അവർ ഓവർകം ചെയ്ത് വന്നിട്ടേ ഉണ്ടാവുള്ളായിരിക്കാം. വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു പേഴ്സണെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, വന്നുകൊണ്ടിരുന്നത് അവർ. അതായത് റെസ്പോൺസിബിലിറ്റി അധികമായിരിക്കാം, എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി, ഫാമിലി ആയിരിക്കാം, ഫിനാൻഷ്യലി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് ഭാരം അവരുടെ ചുമലിലുണ്ട് എന്നുള്ള രീതിയിലാണ് ഉണ്ടായിരുന്നത്. ഒരുപാട് പേരെ അവർക്ക് നോക്കേണ്ടി വരുന്നു, ഒരുപാട് പേരുടെ കാര്യങ്ങൾ അവർ ചെയ്യേണ്ടി വരുന്നു, അതുപോലെ തന്നെ ത്യാഗം ചെയ്യേണ്ടി വരുന്നു, സാക്രിഫൈസിങ് അവരുടെ ലൈഫിൽ വരുന്നു, അവർക്ക് ബാലൻസ് ഇല്ലായ്മ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു ലൈഫായിരുന്നു പാസ്റ്റിൽ ഉണ്ടായിരുന്നത്. ദെൻ അതിപ്പം മാറിയിട്ടുണ്ട്, ചേഞ്ച് വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് കാണുന്നത്. ഓക്കെ, അവെയർനെസ് ആണ് ഓവറോൾ എനർജി വന്നിട്ടുണ്ടായിരുന്നത്. അവർക്ക് ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ മാറ്റങ്ങൾക്ക് കാരണം അവർക്ക് ഉണ്ടായിട്ടുള്ള അവെയർനെസ് ആണ്. ഓക്കെ, അതായത് പാഠങ്ങളായിരിക്കാം, ആളുകളെ മനസ്സിലാക്കിയിട്ടുണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ ചുറ്റിലും നടക്കുന്നത് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടാവുമായിരിക്കും. കാരണം അവർക്ക് ഒരുപാട് ആളുകൾ അവരുടെ ചുറ്റിനും ഉണ്ട് എന്നുള്ളത് ഇവിടെ വ്യക്തമാണ്. ബോട്ടം ഓഫ് ദ ഡെക്ക്. ഓക്കെ, അപ്പം അവർക്ക് ഉണ്ടായിട്ടുള്ള അവെയർനെസ് കാരണം അവർക്കിപ്പം ഒരു ബോധം ഉണ്ട്. ഓക്കെ, അവർക്ക് ഉണ്ടായിട്ടുള്ള ബോധം കാരണം അവർക്കിപ്പോൾ ഒരു ബോധമുണ്ട്. സോ നിങ്ങളോടുള്ള അവരുടെ ഇപ്പോഴത്തെ ഒരു കറൻ്റ്ലി ഉള്ള എനർജി നോക്കുന്ന സമയത്ത് ഇവിടെ 2 ഓഫ് കപ്സ് ആണ് ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത്. വളരെയധികം സ്നേഹമുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ കൊടുത്തിട്ടുള്ള സ്നേഹം തിരിച്ചു തരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇവിടുന്ന് ഒരാൾ കൊടുക്കുന്ന സ്നേഹം അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു തരിക എന്നുള്ളത്. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ ഇവിടെ ഒരു സോൾ കണക്ഷൻ ഉണ്ട് എന്നുള്ളതും കാണുന്നുണ്ട്. പിരിയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സോൾ കണക്ഷൻ ഉണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ സ്നേഹം ഒരുപാട് തരാൻ, കൈമാറാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് പേജ് ഓഫ് കപ്സ് ആണ്. ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നിട്ടില്ല ഇവർക്ക് ഇതിനു മുൻപേ. വളരെ സ്ട്രഗ്ലിങ് സിറ്റുവേഷൻസ്, വളരെ ഒരു ബുദ്ധിമുട്ടിയ സിറ്റുവേഷനിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത് നിങ്ങളുടെ പേഴ്സൺ എന്നുള്ളത് ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. അവരുടെ ലൈഫിൽ സിറ്റുവേഷൻസ് അത്രയും ബുദ്ധിമുട്ടായിരുന്നു. അപ്പം മേ ബി നിങ്ങൾ നോ കോണ്ടാക്റ്റൊക്കെ ആയിരുന്നു, അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലേക്കൊക്കെ പോയിട്ടുണ്ട് നിങ്ങളുടെ ബന്ധമെങ്കിൽ നിങ്ങൾക്ക് അതൊരു പോസിറ്റീവായിട്ട് വരാൻ പോകുന്നു എന്നുള്ളതാണ്.
ഓക്കെ, ഒരു കമ്മ്യൂണിക്കേഷനാണ് ഇവിടെ കാണിക്കുന്നത്, ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വരുന്നുള്ളത്. ഒരു കോണ്ടാക്റ്റ് നിങ്ങൾക്ക് കിട്ടും, മെസ്സേജ് ഓർ കോൾ, അത് വളരെ പോസിറ്റീവായിട്ടുള്ളത് തന്നെയാണ്. ഓക്കെ, സ്നേഹമാണ് കാണിക്കുന്നത്. കപ്സിൻ്റെ എനർജിയാണ് നമുക്ക് ഫസ്റ്റും സെക്കൻഡും കിട്ടിയിട്ടുള്ളത്. കപ്സ് എന്ന് പറയുന്നത് തന്നെ സ്നേഹമാണ്. സോ അത് അവർ തരും എന്നുള്ളത് തന്നെയാണ്. ഒരു കോണ്ടാക്റ്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, അതിനുള്ള പോസിബിലിറ്റിയാണ് ഇവിടെ കാണുന്നത്. നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ളവർ, ലെസ് കോണ്ടാക്റ്റിലുള്ളവരാണെങ്കിൽ അതൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനിലേക്ക് വരുന്നു എന്നുള്ളത്. ആൻഡ് ചാരിയറ്റ് കാർഡാണ്. എഗെയിൻ അവർ വരും എന്നുള്ളതിന് കൺഫർമേഷനാണിത്. നിങ്ങളിലേക്കൊരു പ്രപ്പോസലായിട്ട് വരുന്നു എന്നുള്ളത്. മേ ബി അതൊരു മാരേജ് പ്രപ്പോസലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിലേക്ക് അവർ ക്ഷണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം വീണ്ടും അവർ ഒന്നും കൂടി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് നിങ്ങളെ. ഓക്കെ, അതിനെന്തായാലും അവർ തയ്യാറാണ്. അത് ആ ഒരു പോസിബിലിറ്റി ഇവിടെയാണ് കാണിക്കുന്നത്. ഇതെല്ലാം ഫൈനലി സക്സസ്സിലേക്കാണ് പോകുന്നത്. കാരണം ഇപ്പം നിങ്ങളുടെ പേഴ്സൺ ഒരു സ്റ്റെബിലിറ്റിയിലെത്തി. ആ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് അവരുടെ പ്രശ്നങ്ങൾ തീർന്നു എന്നല്ല, അവർ സ്വയം അവർക്കുണ്ടായ ഒരു ബോധം, അവരുടെ ചിന്താഗതി കാരണം അവർക്കുണ്ടായ ഒരു ബോധം, അത് അവർ ലൈഫിൽ നിന്ന് ഒരുപാട് പേരെ പഠിച്ചത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങൾ ബേസ് ചെയ്തിട്ടായിരിക്കാം. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവർക്കിപ്പോൾ ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്. ഇമോഷണലി അവർ സ്റ്റെബിലിറ്റി കൊണ്ടുവന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇമോഷണലി അവർ ബാലൻസ്ഡ് ആകുന്നുണ്ടാകാം. അപ്പം അതുകൊണ്ടാണ് ഇവരിപ്പം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്തോട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് കറൻറ്റ് എനർജിയിൽ. ഇനി നിങ്ങൾക്കുള്ള ഗൈഡൻസിൽ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത് പൊളിറ്റിക്സ് ആണ്. അതായത് ഇപ്പം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സെൽഫ് ഡൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ചുറ്റിനും ഒരുപാട് പേരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് കാര്യം ഷെയർ ചെയ്യുന്നുണ്ട്, അവരുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ, നിങ്ങൾക്ക് ഗൈഡൻസ് തരാനൊക്കെ ഒരുപാട് പേരുണ്ട് നിങ്ങളുടെ ചുറ്റും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മുഖംമൂടികളെ മനസ്സിലാക്കുക എന്നുള്ള രീതിയിൽ. ഓക്കെ, അതായത് പുറത്ത് അവർ കാണിക്കുന്ന മുഖമായിരിക്കില്ല റിയാലിറ്റി, അവർക്ക് വേറൊരു മുഖം ഉണ്ടാവും. അത് ചിരിച്ചുകൊണ്ട് നിന്ന് കഴുത്തിറക്കുന്ന ആളുകൾ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാകും. മനസ്സിലാക്കുക, അത് സമൂഹത്തിലായിരിക്കും, അല്ലെങ്കിൽ ഫാമിലിയിലായിരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിലായിരിക്കും, അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം. സോ നിങ്ങൾ കണ്ണടച്ച് വിശ്വസിച്ച് നിങ്ങളുടെ ചുറ്റിനുമുള്ള ആളുകൾ തരുന്ന ഗൈഡൻസും സ്വീകരിച്ച് നിങ്ങൾ അതിനനുസരിച്ച് മൂവ് ചെയ്യാതെ, സ്വയം ഒന്ന് സെൽഫ് ഡൗട്ട് ചെയ്യാതെ സ്വയം തീരുമാനത്തിലേക്ക് ഇറങ്ങാനാണ് പറയുന്നത്. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട്, എല്ലാം ഓപ്പണായിട്ട് പറയുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ അതിലൊരു ചേഞ്ച് നിങ്ങൾ വരുത്തുക, മനസ്സിലാക്കുക ചുറ്റിനുമുള്ള ആളുകളെ. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. അപ്പോൾ ഇന്നത്തെ ഈ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ചെറിയൊരു റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.